രാമായണവുമായി അഭേദ്യമായ ബന്ധമുള്ള ഐതിഹ്യമാണ് ഈ ക്ഷേത്രത്തിന്റെ ചരിത്രത്തിനുള്ളത്. ഓംകാരത്തിന്റെ പൊരുൾ യഥാവിധി പറഞ്ഞു കൊടുക്കാത്തതിന് സുബ്രഹ്മണ്യൻ ഒരിക്കൽ ബ്രഹ്മാവിനെ തടവിലാക്കി. സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് തടവിലായതോടെ ലോകം ആശങ്കയിലായി. ഇതറിഞ്ഞ് ശിവഭഗവാൻ ഇടപെട്ട് ബ്രഹ്മാവിനെ മോചിപ്പിച്ചു. എങ്കിലും പ്രായശ്ചിത്ത കർമ്മം ചെയ്യേണ്ടി വന്ന സുബ്രഹ്മണ്യൻ അജ്ഞാതവാസത്തിന് പോയി. അങ്ങനെ ഒരയ്യപ്പൻ കാവിലെ പൊട്ടക്കിണറ്റിൽ സർപ്പരൂപത്തിൽ ഏകാന്തവാസം നയിച്ചു. വെയിലും മഴയും കൊള്ളാതെ സർപ്പങ്ങൾ മുരുകനെ സംരക്ഷിച്ചു പോന്നു. രാവണൻ അപഹരിച്ച സീതയെ തേടി ലക്ഷ്മണനും ഹനുമാനുമൊത്ത് ലങ്കയിലേക്ക് തിരിച്ച ശ്രീരാമചന്ദ്രൻ യാത്രക്കിടെ ഒരിടത്ത് ശ്രീ സുബ്രഹ്മണ്യന്റെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞു. സുബ്രഹ്മണ്യന് ഇവിടെ പ്രധാന സ്ഥാനം നൽകണമെന്ന് ചിന്തിച്ച ശ്രീരാമൻ അയ്യപ്പനോട് അനുവാദം തേടി. ഇതിനെ സംബന്ധിച്ച അയ്യപ്പൻ താനിരിക്കുന്ന പ്രധാന ശ്രീകോവിൽ സുബ്രഹ്മണ്യനായി നൽകാമെന്നും ശ്രീകോവിലിന്റെ തെക്കുഭാഗത്തായി തനിക്ക് സ്ഥാനം അനുവദിച്ചാൽ മതിയെന്നും പറഞ്ഞു. പ്രതിഷ്ഠയ്ക്കായി അനുയോജ്യമായ വിഗ്രഹം തേടാൻ ഹനുമാനെ ശ്രീരാമൻ വടക്കോട്ടയച്ചു. എന്നാൽ കൃത്യസമയത്ത് വിഗ്രഹം കൊണ്ടുവരാൻ ഹനുമാന് കഴിഞ്ഞില്ല. ഇതോടെ രാജ്യത്തിന്റെ പ്രതീകമായ തന്റെ പെരുവള അഥവാ വലിയ വള ശ്രീരാമൻ യഥാസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു. പിന്നീട് ഹനുമാൻ വിഗ്രഹവുമായി എത്തിയപ്പോൾ ഈ വളയെടുത്ത് പകരം വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ ശ്രമിച്ചെങ്കിലും വള സ്ഥാനത്ത് നിന്നും ഇളകിയില്ല. മാത്രമല്ല, വളയുടെ മുകളിൽ ഒരു സർപ്പം കയറിയിരുന്നുകൊണ്ട് പണമിളക്കി അരുതെന്ന് പറഞ്ഞു. ഇതോടെ പെരുവളയിൽ സുബ്രഹ്മണ്യൻ കുടികൊണ്ടെന്ന് മനസ്സിലാക്കിയ ശ്രീരാമൻ അത് തന്നെയാണ് പ്രതിഷ്ഠയെന്ന് അറിയിക്കുകയായിരുന്നു. ശ്രീരാമൻ വള പ്രതിഷ്ഠിച്ചതിനാൽ ഈ സ്ഥലത്തിന് പെരുവളശ്ശേരി എന്ന പേര് ലഭിച്ചു. കാലക്രമേണ ഇത് ലോപിച്ച് പെരളശ്ശേരിയാകുകയായിരുന്നു. ഹനുമാൻ കൊണ്ടുവന്ന വിഗ്രഹം അടുത്ത് തന്നെ മറ്റൊരു ക്ഷേത്രം പണിത് സ്ഥാപിച്ചിരുന്നു. ഈ ക്ഷേത്രം മർക്കടശ്ശേരി എന്നറിയപ്പെടുകയും പിൽക്കാലത്ത് ഈ പേര് ലോപിച്ച് മക്രേരി എന്നായി മാറുകയും ചെയ്തു. ഇന്നും പെരളശ്ശേരിയിൽ ദർശനം പൂർത്തിയാകണമെങ്കിൽ മക്രേരിയിൽ കൂടി ദർശനം നടത്തണമെന്നാണ് വിശ്വാസം.